എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ ബഗ് റിപ്പോർട്ടിലെ സ്റ്റാറ്റസ്, സിവിയാരിറ്റി, പ്രയോറിറ്റി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു അല്ലേ. ആൻഡ് ഒരു ഗുഡ് ന്യൂസും കൂടി ഇന്നത്തോടു കൂടി നമ്മുടെ മാനുവൽ ടെസ്റ്റിംഗ് അവസാനിക്കുകയാണ്. ഓക്കെ, തിയററ്റിക്കലി കുറേ നമ്മൾ പഠിച്ചു. ഇനി പ്രാക്ടിക്കലി നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റിങ്, ബഗ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, പിന്നെന്താണ് മാനുവൽ ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഞാൻ ചെയ്ത ഒരെണ്ണം കാണിച്ചിരുന്നു. പിന്നെ നിങ്ങൾക്ക് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം നല്ല ഒരു ഓവറോൾ കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, തിയറി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ. രണ്ട് ടൈപ്സ് ഓഫ് ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഒന്ന് 8 ഇന്ററിയം റിപ്പോർട്ട്സ്, പിന്നെ എന്ന് പറയുന്നത് ഫൈനൽ ടെസ്റ്റ് റിപ്പോർട്ട്. 8 ഇന്ററിയം റിപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു പഴയ മെത്തേഡാണ്. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. ഓക്കെ, എത്രത്തോളം ഫിക്സ് ചെയ്തു, ഏതൊക്കെ ഫിക്സ് ചെയ്യാത്തതുണ്ട്, ഏതൊക്കെ ടെസ്റ്റ് ചെയ്യാത്തതുണ്ട്, അങ്ങനെയൊക്കെ വരുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് 8 ഇന്ററിയം റിപ്പോർട്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈനൽ ടെസ്റ്റ് റിപ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പിന്നെ ഉള്ളത് നമ്മൾ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യണു എന്നല്ല നമുക്ക് പറയാം. ഒരു വെബ് ആപ്പ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യു ഐ എന്ന് വെച്ചാൽ യൂസർ ഇൻ്റർഫേസ്, നമ്മൾ കാണുന്ന ഭാഗം. ഇപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ മെയിനായിട്ടും രണ്ട് യൂസേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഒന്നെന്ന് പറയണത് അഡ്മിൻ ഉണ്ടായിരിക്കും, പിന്നെ എന്ന് പറയുന്നത് നോർമൽ യൂസർ ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവാം, എന്തെങ്കിലും ഈ രണ്ട് യൂസേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും, അഡ്മിനും യൂസറും. അപ്പോൾ അത് ഉണ്ടോ, അത് അതിൻ്റെ വർക്കിംഗ് ഓക്കെ ആണോ എന്നുള്ളതൊക്കെ അവർക്ക് രണ്ട് യു ഐ ഉണ്ടോ എന്ന്, അതിന് യു ഐയുടെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, മെയിനായിട്ട് രണ്ട് യൂസേഴ്സ് ഉണ്ട്, അവരുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ ഏതെങ്കിലും സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ ഇപ്പം തന്നെ ഈ ഫോൾഡർ അതൊരു ആപ്ലിക്കേഷൻ അല്ലേ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരോ മാർക്ക് ഉണ്ടായിരിക്കും. അതിന് പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ് ഹെൽപ്പ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുന്നു, ഗെയിമിൽ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് വരും ഇല്ലേ. ഇൻസ്ട്രക്ഷൻസ് ഇൻ ഗെയിം എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഏറെ ഞെക്കൂ ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റ് ഏറെ ഞെക്കൂ റൈറ്റിലോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസ് വരും. അതൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം നമ്മൾ. പിന്നെ എന്ന് പറയുന്നത് സൈറ്റ് മാപ്പ് ഓർ നാവിഗേഷൻ ബാർ. സൈറ്റ് മാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ കാണിച്ചു തരാം. amazon.in/sitemap.xml ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അതൊരു XML ഫയലായിരിക്കും, ആമസോണിലില്ല. ഫ്ലിപ്കാർട്ട് സൈറ്റ് മാപ്പ് XML എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നാൽ പോരെ, ഇമേജസിലെടുക്കാം. XML വേണ്ട, അത് XML ഫയൽ വേറെയാണ്. സൈറ്റ് മാപ്പ് കണ്ടോ, ഇതാണ് ഒരു സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഓരോ പേജിലോട്ടുള്ള ലിങ്ക് നോഡുകളായിരിക്കും, ഒരു ബ്രാഞ്ച് പോലെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, ഹോം, എബൌട്ടസ്, സർവീസസ്, ടെക്നോളജീസ്, എബൌട്ടസിൽ തന്നെ പല പല കാറ്റഗറി. കണ്ടോ, ഇതാണ് സൈറ്റ് മാപ്പ്. ഇതൊക്കെ ഉണ്ടോ, കറക്റ്റ് ആയിട്ട് തന്നെയാണോ. പിന്നെ നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത് എന്താണ്,
ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് എടുക്കുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഇവിടെ ടോപ്പിൽ ഇങ്ങനെ ഹോം, എബൌട്ടസ്, കോണ്ടാക്ടസ് ഇങ്ങനെ ഉണ്ടോ, കാർട്ട്, ലോഗിൻ, അങ്ങനെ ഓരോന്നും കണ്ടില്ലേ? ഇതാണ് നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേറൊരു നാവിഗേഷൻ ബാർ, സബ് നാവിഗേഷൻ. ഓക്കെ, അങ്ങനെ നാവിഗേഷൻ ബാർ ഒക്കെ ഉണ്ടോ, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കണ്ടന്റ് ചെക്ക് ചെയ്യണം. കണ്ടന്റിൽ വരുമ്പോൾ ഫോണ്ട് സൈസ് ആവാം, ഫോണ്ട് കളർ ആവാം, പിന്നെന്താണ് അതൊക്കെ എല്ലാ പേജിലും സെയിം തന്നെയാണോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ ഇതിപ്പം ഇതൊരു ഹെഡിങ്, ഈ ഹെഡിങ് ഇങ്ങനത്തെ ഹെഡിങ്ങുകൾ, ഓക്കെ, ഇങ്ങനത്തെ ഹെഡിങ്ങുകൾ തന്നെ എല്ലാ പേജിലും കണ്ടോ, ഡീൽസ് ഓഫ് ദി ഡേ, ട്രെൻഡിങ് ഓഫർ, ഇത് രണ്ടും സെയിം ഫോണ്ട് സൈസും ഫോണ്ട് കളറും ആവണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ കുറച്ചും കൂടി വലുത്, ഇത് കുറച്ചും കൂടി ചെറുതൊക്കെ ആണെങ്കിലോ ഒരു അപാകതയാണ് അല്ലേ. അപ്പം അങ്ങനെ ഫോണ്ടൊക്കെ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ കണ്ടന്റുകളുടെ സ്പെല്ലിംഗ് അടക്കം എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ യൂസിബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്തില്ലേ, അതേപോലെ തന്നെ കണ്ടന്റ് റിലവൻ്റ് ആയിട്ടുള്ള, റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചെക്ക് ചെയ്യണം നമ്മൾ, അത് മാച്ചിങ് ആണോ. ഇപ്പോൾ നമ്മൾ ഈ ലോഗോയ്ക്ക് മാച്ചിങ് ആയിട്ടായിരിക്കും മിക്ക കമ്പനീസ്മാരുടെ സൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു തീം കളർ ഉണ്ടായിരിക്കും, അതിന് മാച്ചിങ് ആയിട്ടായിരിക്കും. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ ക്ലൈൻറ്റ് പറഞ്ഞൊരു കളർ ഉണ്ടാവും, അപ്പോൾ ആ ഒരു കളറൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണോ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഇമേജസ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആണോ, അതൊക്കെ എന്താണ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ടേബിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ടേബിൾസ് വരുന്നത് മെയിൻലി വരുന്നത് ഈ അഡ്മിൻ പേജിലായിരിക്കും ടേബിൾസ് വരുന്നുണ്ടായിരിക്കാം. ടേബിൾസിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളും ഫീൽഡുകൾ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ റാപ്പ് അറൗണ്ട്, സോറി, റാപ്പ് അറൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണോ അല്ലെങ്കിൽ റൈറ്റ് അലൈൻമെൻ്റ് ആണോ, ജസ്റ്റിഫൈ ആണോ, നിങ്ങൾ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും അതിൽ, റൈറ്റ് അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ റാപ്പ് അറൗണ്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക ജസ്റ്റിഫൈ ആണ്. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ജസ്റ്റിഫൈ ആയിട്ടാണോ എടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ പാരഗ്രാഫ് ഒക്കെ ആണെങ്കിൽ, പാരഗ്രാഫ് കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ വേറെ എന്താണ്, ഈ ലെഫ്റ്റിലോട്ട് തന്നെ അലൈൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, അങ്ങനെ റൈറ്റ് അലൈൻമെൻറ്റ്, അതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെയെന്ന് പറയണത് ആ പേജിൻ്റെ ഫങ്ഷണാലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഫങ്ഷണാലിറ്റീസ്, ആ ഒരു ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ലിങ്കുകൾ ചെക്ക് ചെയ്യണം. പേജ് ടു പേജ് ലിങ്കും നാവിഗേഷൻ്റെ ലിങ്കും നമ്മൾ ചെക്ക് ചെയ്യണം. അതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, ഫോംസ് ഉണ്ടായിരിക്കും. ഫോംസ് സബ്മിറ്റ് ചെയ്യുന്നത് വർക്ക് ആവുന്നുണ്ടോ, നമ്മൾ ഫോം വാലിഡേഷൻ ഒക്കെ ചെയ്തു അല്ലേ. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഫോം അടക്കം, നമ്മൾ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫോം ഉണ്ടല്ലോ, അതടക്കം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡാറ്റ വെരിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ലോഗിൻ വിത്ത് OTP ഉണ്ടായിരിക്കും, OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്, വാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. പിന്നെ സെഷൻ ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു OTP വരും, അത് വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. ഫോൺ വെരിഫിക്കേഷൻ, ഇമെയിൽ വെരിഫിക്കേഷൻ, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ അടുത്തെന്ന് പറയുന്നത് കുക്കീസ് എന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്കൊരു ബ്രൗസർ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു നിൽക്കി. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് യൂട്യൂബൊക്കെ ഓഫ് ചെയ്ത് വീണ്ടും ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ സജഷൻസ് ആയിട്ട് വന്നു വരും ഇല്ലേ. അതൊക്കെ ഈ കുക്കീസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, കുക്കീസ് നോർമലി ഹിസ്റ്ററീസിൽ നിന്നാണ് ഈ കുക്കീസിൻ്റെ ഇത് എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ
എന്താണ് പിന്നെന്തൊക്കെയാണ് നോക്കേണ്ടത്? ഇപ്പൊ എന്തെങ്കിലും ആപ്ലിക്കേഷന് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടോ, ഫങ്ഷണാലിറ്റി ഒക്കെ ഉണ്ടോ, അങ്ങനെ കസ്റ്റമർ ഇപ്പൊ ഇന്നൊരു ഇപ്പൊ ഒരു യൂട്യൂബിലാണെങ്കിൽ വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അത് എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, എല്ലാ യൂട്യൂബിലല്ല എല്ലാ വീഡിയോ പ്ലെയറിലും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ആ വാച്ച് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ യൂട്യൂബിൽ സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് പിന്നീട് നമുക്ക് ചിലപ്പോൾ സജഷൻ ആയിട്ട് വന്നു വരും ഇല്ലേ? അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഇങ്ങനെ ഇവർക്കുണ്ടോ, ഈ കസ്റ്റമേഴ്സിനുണ്ടോ, അതൊക്കെ ഇതിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് ഇന്റർഫേസ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. ഇന്റർഫേസ് ടെസ്റ്റിംഗ് ഇന്റർഫേസ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ സെർവർ ഇന്റർഫേസും ഉണ്ട്, എക്സ്റ്റേണൽ ഇന്റർഫേസും ഉണ്ട്. സെർവർ ഇതിലൊക്കെ തന്നെ വരുന്നതാണ് കേട്ടോ. സെർവർ ഇന്റർഫേസും ഉണ്ട്, എക്സ്റ്റേണൽ ഇന്റർഫേസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് വരുന്നത്. ഇതെല്ലാം കൂടി ഒരാൾ ഒറ്റ സമയം ചെയ്തു എന്ന് വരില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കാം. സെർവർ ഇന്റർഫേസ് എന്ന് പറയുകയാണെങ്കിൽ പേയ്മെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യും, അതല്ലെങ്കിൽ എന്താ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു കുറേ ബാങ്കുകളിൽ പേരുണ്ടായിരിക്കും അല്ലേ? ആ ബാങ്കിൽ ഞാനിപ്പോൾ SBI എടുത്തു. SBI എടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിലത്തെ ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതല്ലെങ്കിൽ ഇപ്പോൾ SBI എടുത്തു കഴിഞ്ഞു, SBI എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി SBIയുടെ പേജിലോട്ട് പോകും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ സൊമാറ്റോയിലാണെങ്കിൽ നമ്മൾ UPI പേയ്മെന്റ് ചെയ്യണം. UPI ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ പേ പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൺ പേയുടെ ആപ്പിലോട്ട് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ആപ്പിൽ നമ്മൾ കയറിയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അതാണ് സെർവർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇന്റർഫേസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാർഡ് പേയ്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യുമല്ലോ, അതാണ് എക്സ്റ്റേണൽ ഇന്റർഫേസിൽ വരുന്നത്. അതൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡെമോ അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പേയ്മെന്റ് പോകുമെന്നുള്ള വറീസ് ഒന്നും വേണ്ട. ഓക്കെ. പിന്നെ അടുത്തത് എറർ ഹാൻഡിൽ. അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. കോമ്പാറ്റബിൾ ആണോ, ഡിവൈസ് കോമ്പാറ്റബിൾ ആണോ? നമ്മൾ കോമ്പാറ്റബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു അങ്ങനെ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. OS വെച്ച് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബ്രൗസർ ഓരോ ബ്രൗസറിലും വെച്ച് ചെക്ക് ചെയ്യണം, ഡിവൈസുകൾ ചെക്ക് ചെയ്യണം. ഓക്കെ, കോമ്പാറ്റബിൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ വീഡിയോസ്, ഇമേജസ് മാത്രമല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, വീഡിയോസ് എന്താണ്, ക്ലാരിറ്റി കൂടുതലാണോ, ക്ലാരിറ്റി കൂട്ടാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസിൽ തന്നെ ഓരോ സെറ്റിങ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ പ്രിന്റേഴ്സ്, നമുക്ക് പ്രിന്റ് കൊടുക്കണമെങ്കിൽ പ്രിന്റേഴ്സിലോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ, പ്രിന്റ് എടുക്കാനത് കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യണം. പെർഫോമൻസ് ടെസ്റ്റിംഗ് അത് നമ്മൾ എന്തൊക്കെയായിരുന്നു, ലോഡ് ടെസ്റ്റിങ്ങും സ്ട്രെസ് ടെസ്റ്റിങ്ങും. അത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ആ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. പിന്നെന്താണ്, പിന്നെന്തൊക്കെയായിരുന്നു, സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യണം. SSL സർട്ടിഫിക്കറ്റ് ഉണ്ടോ, HTTPS ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ലോഗിൻ ആൻഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അത് മെയിനായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ലോഗ് ഫയൽസ് ഉണ്ടോ? ലോഗ് ഫയൽസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഒരു ഫയലിൽ കയറും. നമ്മുടെ ഇപ്പോൾ മൊബൈലിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തു, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തു, പോട്ടെ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തു, അതിൽ സിസ്റ്റത്തിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഒരു ലോഗ് ഫയലായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും. അങ്ങനെ ഫയൽസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, ഓക്കെ, ഒരു ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ നമുക്ക് ഇന്ന ദിവസം ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ചെയ്യണം, അങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇത് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ലോങ് പീരീഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ബർത്ത്ഡേ
ബർത്ത്ഡേക്ക് ഇപ്പോൾ ഇന്ന് 20-ാം തീയതി വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെച്ച് നോക്കണം. അപ്പോൾ എല്ലാ ഇയറും 20-ാം തീയതി ആകുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്താണ് വിഷ് വരണം. അങ്ങനെ ചില ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഇതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പൊ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ എല്ലാ കൊല്ലം. ഇപ്പൊ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ എങ്കിൽ എല്ലാ കൊല്ലവും ഇന്നത്തെ ഡേറ്റിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകും. ചിലപ്പോൾ ഇന്നത്തെ ഡേറ്റ് അല്ല അടുത്ത ദിവസമായിട്ടോ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ എല്ലാ കൊല്ലവും ആ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിന് പോകും ഇല്ലേ. അങ്ങനെ ലോങ് ടേം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് വെബ് ടെസ്റ്റിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കോമ്പാറ്റബിലിറ്റി ബ്രൗസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് LT ബ്രൗസർ അല്ലെങ്കിൽ സിമുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോമ്പാറ്റബിലിറ്റി എന്താന്നൊക്കെ പറഞ്ഞ ടൈമിൽ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെബ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യില്ല, പകരം ഓരോരോ മൊഡ്യൂളായിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മുടെ മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. എനിക്ക് പിന്നെ ഞാൻ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, എന്ത് യൂസബിലിറ്റി ടെസ്റ്റിംഗ്, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ, ബഗ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. ഇതിൻ്റെയൊക്കെ എന്താണ് ടാസ്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കാം, മെയിലിലോട്ട് അയക്കാം. ആൻഡ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു വീഡിയോ കൂടി ഉണ്ടാവുള്ളൂ. ആ വീഡിയോയിൽ നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ. ഓക്കെ, എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ടും കൂടി ഒന്ന് നോക്കാം കേട്ടോ. താങ്ക് യു.